ഗേറ്റ് തുറന്ന് അകത്ത് കയറി കാറ് സ്കൂട്ടർ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഒച്ചയിട്ട് പോയി വിനേട്ടാന്ന്. എന്താന്ന് സ്കൂളിൽ പോഞ്ഞേ? എന്താ രണ്ടുപേരും ഇങ്ങനെ? എന്താ ബാലെ? എന്താ വിനേട്ട? എന്താ വിനേട്ട? എന്താ വിനേട്ട ഇത്? വിട്. ബാല നിൽക്കുന്നു. എന്ത് പറ്റി വിനേട്ട? വിട്ടിട്ട് കാര്യം പറ വിനേട്ട. എന്തിനാ എന്നെ വിട്ടിട്ട് പോയെ? വേണമായിരുന്നു, സിന്ധുവിനെ എനിക്ക് വേണമായിരുന്നു. എന്താ ബാലെ, എന്തുണ്ടായി? വിനയേട്ടന്റെ ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നെ പിന്നെ സാർ, സാറിന് സസ്പെൻഡ് ചെയ്തു. ഒരാഴ്ചത്തേക്കാ സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നേരിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ തീരുമാനം പറയൂ. സാറിന് അവർ പറഞ്ഞുവിടുന്ന തോന്നുന്നത്. അങ്ങനൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് വന്നേ. ഞാൻ പോയി കഴിഞ്ഞ് എന്തൊക്കെയാ ഉണ്ടായേ? ഒന്നും വിടാതെ പറയണ എന്നോട്. എന്താ പറയില്ലേ നീ? പറയാം. ആദ്യം താനിവിടെ ഇരി. പറ. ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ ഇത്തിരി നേരം? പറ ബാലെ. പറയാം, എല്ലാം പറയണം എനിക്ക്. പക്ഷേ താങ്ങാനുള്ള കരുത്തുണ്ടാവോ തനിക്ക്? സർ, വൈസ് പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിപ്പിച്ച് പറയായിരുന്നു. എവിടെയെങ്കിലും വെച്ച് സാർ മാഡത്തിനെ ഒന്ന് കാണണം. കാണാം. നിങ്ങൾ പോകും. സർ, സാർ ഫൈറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും സാർ ഫൈറ്റ് ചെയ്യണം. എല്ലാം നന്നായിട്ട് വരൂ. ഓക്കെ. സിന്ധു, എന്താ എന്താ ചെയ്യണേ? ഞങ്ങൾ സംസാരിക്കുക. കഥ ഓർക്ക, ഞാനും അകത്ത് വരാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സൂരജ് കിഷോറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ചെറിയ ഒരു അപകടം മാത്രമാണ്. അതിൽ നിന്നും ശാരീരികമായും മാനസികമായും അയാൾ മോചനം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ സ്കൂളിന്റെ പാരമ്പര്യം അനുശാസിക്കുന്നത് കൊണ്ട് നടന്നതൊക്കെയും നിങ്ങൾ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും വിശദമായ ഒരു അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. എന്താ സിന്ധു ഇത്? ഒന്നുമില്ലെന്ന് പറഞ്ഞ ബാല കുറച്ചു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അതുവരെ എനിക്ക് അവളുടെ കൂടെ ഉണ്ടാവണം എപ്പോഴും. എന്തിനാ അങ്ങനെ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒന്ന് തുറന്ന് പറഞ്ഞൂടെ സിന്ധു? വിനീട്ടിനൊന്നും എന്നോട് ചോദിക്കരുത്. ഇപ്പൊ അവള് പോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. സിന്ധു, എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ. എന്നെ താങ്ങി നിർത്താൻ എനിക്ക് സിന്ധു വേണം, പ്ലീസ്. ഞാൻ ഒന്നിനൊക്കെ തന്നെ. എനിക്ക് വയ്യ ഒന്നിനും. എന്നെ വിട്ടേര്.
കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതേ ഉള്ളൂ. ബാക്കി വരണ ഫ്രിഡ്ജിൽ വെച്ചേക്ക്. സിന്ധു, എനിക്ക് കൂടണം. ബാല എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന്. ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നെ കുറിച്ച് അവൾ എന്ത് പറഞ്ഞു? പറ. അത് മാത്രം അറിഞ്ഞാ മതിയോ? മതി. വേറൊന്നും ചോദിക്കില്ലല്ലോ? ഇല്ല. എന്നാ അവൾ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും. ഇനി കുറെ കേൾക്കണം, എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെങ്കിൽ. ശരി, ഞാനും വരാം. അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കും അറിയണം. വേണ്ട, എന്റെ അനിയത്തി വിനയേട്ടൻ ഇനി കാണണ്ട. അവള് പോകുന്നത് വരെ എന്നോട് സംസാരിക്കും വേണ്ട. ഹലോ വിനയേന്ദ്ര, ഒന്ന് ഇവിടം വരെ വരണല്ലോ. എന്താ എന്താ നമ്പേരേട്ടാ? താനൊന്ന് വാ. ഇപ്പൊ വരാം. എന്താ നമ്പേരേട്ടാ? ശോശാമ്മയ്ക്ക് സുഖമില്ല. വേണ്ട, താനിപ്പോ അങ്ങോട്ട് പോണ്ട. ഡോക്ടർ അകത്തുണ്ട്. ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്. മരുന്ന് കഴിച്ചില്ല. പിന്നെ കഴിച്ചോളാന്നാ പറഞ്ഞത്. കുറവില്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റണം. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ആ ഡോക്ടർക്ക് ഒന്നും അറിയില്ല. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അറിയിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ശോശാമ്മയുടെ അസുഖം മാറില്ല. താനൊന്ന് ഫോൺ ചെയ്ത് സിന്ധുവിനോട് ഇങ്ങോട്ട് വരാൻ പറയടോ. ബാല പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി എന്നാ സിന്ധു എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് സിന്ധുവിന്റെ ഇഷ്ടമാണെങ്കിൽ അതിന് ഞാൻ എതിര് നിൽക്കില്ല. നമ്പേരേട്ടാ, പറഞ്ഞാൽ മതി പ്ലീസ്. അവള് വരും. എന്താ നമ്പേരേട്ടാ? എന്താ ഇവിടെ? ഇന്നലെ രാത്രി മുതൽ ശോശാമ്മയ്ക്ക് ഒരു നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ പിണക്കില്ല എന്ന് അറിയുമ്പോൾ അത് അപ്പാടെ മാറുമെന്ന് എന്റെ വിശ്വാസം. ചെല്ല്, രണ്ടുപേരും കൂടെ അകത്തോട്ട് ചെല്ല്. ഹലോ, എന്താ ശോശാമ്മ ചേട്ടത്തി? ആരോട് ചോദിച്ചിട്ടാ ഈ ശ്വാസം മുട്ടലൊക്കെ? സംസാരിച്ചു പോയിരുന്നു ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു അടി ഇടിയും വെടിയും പുകയൊക്കെ ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അസൽ റൊമാൻസിലാ. ഒന്ന് ചുമ്മാ ഇരിവിനിയ. സിന്ധുവിന്റെ മുഖം കണ്ട അറിയാലോ ഒന്നും തീർന്നിട്ടില്ല എന്ന്. എന്താ സിന്ധു കാര്യം? ഒരു കാര്യമില്ല. ശോശാമ്മ ചേട്ടത്തി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടനെ തീരും. ചേട്ടത്തിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ? ദേ, മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പൊക്കളയും. പറഞ്ഞേക്കാം. കഴിക്കേ. നിങ്ങൾ പിണങ്ങിയിരുന്ന എനിക്ക് ആ വീർപ്പുമുട്ടല്. ഒരു വീർപ്പ് മുട്ടലും ഇല്ല. ചേട്ടൻ നിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിക്കേ. വൈകുന്നേരം ആവുമ്പോ ഒക്കെ ശരിയാവും. അതുവരെ ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ സംഭവം മനസ്സിലായ? അങ്ങനെ ശോശാമ്മ നിങ്ങളുടെ വഴക്ക് തീർത്തൂല്ലേ? അതുപോലെ തന്നെ എന്റെ കാര്യം. ഐ ലവ് യു. I love you so much, but I love your sister more. നിനക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല. നീ ഇനിയും വരണം. ഇനിയും വരണം. കൊച്ചു കൊച്ചു രസക്കേടുകൾ ഉണ്ടാക്കാൻ എന്റെ ബാലേട്ടൻ ഇനിയും വരണം. ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാം. ഇന്നാണ് എന്റെ ജോലിക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അവരെന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഒരു സ്കൂളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ട എന്റെ സ്വപ്നം അതോടെ തീരും.
നിന്റെ ചേച്ചി എന്നെ എത്രമാത്രം വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം. എല്ലാം നേരത്തെ കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം. ഉം? വേണ്ട, വരണ്ട. അവളെ ഞാൻ അയച്ചോളാം. എനിക്ക് വരണം. എന്റെ കുഞ്ഞനിയത്തെ യാത്ര അയക്കാൻ ഞാൻ വരും. പ്രതീക്ഷിച്ചതുപോലെ നടന്നു. പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ്. നിയമസഹായം തേടിയാലും വിനയചന്ദ്രന് ജയിക്കാൻ പറ്റില്ല. പഠിപ്പിച്ച കുട്ടികൾ അത്രയും നിങ്ങൾക്കെതിരായ കുറ്റപത്രത്തിൽ ഒപ്പിട്ടു കൊടുത്തു. എങ്കിലും ഏതു കോടതി മുറിയിലും നിങ്ങൾക്ക് അനുകൂലമായി 2 വാക്ക് പറയാൻ ഞാനുണ്ടാവും. വേണമെന്നില്ല. ഞാൻ നിയമ വഴിക്കൊന്നും പോകുന്നില്ല. ഇതൊപ്പിട്ട് കൊടുത്ത കുട്ടികളോട് എനിക്കൊന്ന് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ക്ലാസ് റൂം വരെ ഒന്ന് പൊയ്ക്കോട്ടെ? അവിടെ പുതിയ മലയാള അധ്യാപകനെ നിയമിക്കുന്നത് വരെ പ്രിൻസിപ്പലാണ് ക്ലാസ് എടുക്കുന്നത്. ആ, അത് സൗകര്യമായി. അദ്ദേഹത്തിന് കേൾക്കാമല്ലോ. ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഹാംലെറ്റ് എന്ന ഉദാത്തമായ ശോകാന്ത നാടകത്തിൽ ക്രൂരമായി വധിക്കപ്പെട്ട രാജാവിന്റെ പ്രേതം പ്രത്യക്ഷപ്പെടുമ്പോൾ ഇംഗ്ലീഷിലെ ഏറ്റവും സാധാരണ May I come in, sir? Please come. ഇവരോടൊക്കെ ഒന്ന് മാപ്പ് ചോദിച്ചിട്ട് പോകണമെന്നുണ്ട്. Please. എനിക്ക് പോലും വിശ്വാസമില്ലാതിരുന്ന പുതിയ സമ്പ്രദായങ്ങളെയും ചിന്താഗതികളെയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കുറ്റമായി പോയെങ്കിൽ പാവനമായ ഈ പഠനമുറിയിൽ കോമാളി വേഷം കെട്ടിയാടി പലതിനെയും പരിഹസിക്കാൻ ശ്രമിച്ചത് തെറ്റായി പോയെങ്കിൽ, എന്റെ രീതികൾ അടിച്ചേൽപ്പിച്ച് നിങ്ങളെ പരീക്ഷണ വസ്തുക്കളാക്കാൻ ശ്രമിച്ചത് മഹാപാപമാണെങ്കിൽ, ആ കുറ്റത്തിന്, ആ തെറ്റിന്, ആ മഹാപാപത്തിന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് ചോദിക്കുന്നു. താങ്ക് യു, സർ. ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് പോകരുത് സർ. ഞങ്ങളാണ് സാറിനോട് മാപ്പ് ചോദിക്കേണ്ടത്. Hey, you sit down. തന്നോട് ഇരിക്കാനാ പറഞ്ഞത്. I say you sit down. ഇരുന്നില്ലെങ്കിൽ താനീ സ്കൂളിൽ പഠിക്കില്ല. Sit down. സാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്ത് മുഴുവൻ ബാക്കിയുള്ളവരാ. Hey, you sit down. നിങ്ങൾ രണ്ടുപേരും സ്കൂളിന് പുറത്താണിനി. I say you sit down. വിനേന്ദ്ര സർ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യുകയുമില്ല. സാറിനെതിരെ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അതാണ് സാർ മഹാപാവം. No. Sit down, I say. മിസ്റ്റർ വിനേന്ദ്രൻ, നിങ്ങൾ ദയവ് ചെയ്ത് പുറത്തു പോകണം. I say you get out. Hey, sit down.
ഈ ആംഗിളിലൂടെ കാണുമ്പോൾ സർ യു ആർ ഗ്രേറ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വാ, come on. സർ, സർ, അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു സർ. Our life is not extraordinary without you, sir. We miss you, dear sir. We really miss you, sir. We miss you, sir. We miss you. സാർ, അച്ഛൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ ടി സി വാങ്ങുന്നില്ല സാർ. എന്റെ മകനെ തിരിച്ചറിയാൻ ഞാൻ അല്പം താമസിച്ചു പോയി. അവനെ മനസ്സിലാക്കാൻ സഹായിച്ച സാറിന് നന്ദി. വിനയചന്ദ്രൻ സാറുള്ള ഈ സ്കൂളിൽ തന്നെ എന്റെ മകൻ പഠിക്കണം. ഐ ആം സോറി. It's all right. It's all right. സുരേഷ്, come. സുരേഷ്, നീ ജയിച്ചു. എന്നെ തോൽപ്പിച്ചുമില്ല. താങ്ക് യു. Come on! വിനയചന്ദ്രനെ ഈ സ്കൂളിൽ ആവശ്യമുണ്ട്. കാൾ ഹിം ബാക്ക്. പ്രിൻസിപ്പൽ പറഞ്ഞു തിരികെ വരാൻ. പ്ലീസ്. 4:30-ക്കുള്ള ട്രെയിനിൽ എന്റെ അനിയത്തി പോവുകയാണ്. അവളെ യാത്ര അയക്കണം. ഞാൻ പോട്ടെ. പ്ലീസ്. താങ്ക് യു. സാർ, ഞാൻ വരും. ഞാൻ തിരികെ ഇവിടെ തന്നെ വരും. എന്തായി സ്കൂളില്? അവരെന്നെ തിരിച്ചു വിളിച്ചു. സിന്ധു ചേച്ചി പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ അമേരിക്കയിൽ പോയാൽ തിരിച്ചു വരില്ല എന്ന സിന്ധു ചേച്ചിയുടെ വിശ്വാസം. അതുകൊണ്ട് ഒരു വധുവിനെ പോലെ എന്നെ യാത്രയാക്കാം. ഒരു നവവധുവായി പടിയിറങ്ങാൻ ബാല ഇനിയും വരും. ഞാൻ വരുത്തും. പോട്ടെ.
I'm sorry for everything. It's all right. Bye. അവൾ പോയി. ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തുറന്നു പറഞ്ഞോളൂ. വാ. പറ. ഞാനാണെന്ന് കരുതി വിനയേട്ടൻ എന്റെ അനിയത്തെ കെട്ടിപ്പിടിച്ചു അല്ലേ? കെട്ടിപ്പിടിച്ചു. അത് ബാല പറഞ്ഞാണോ ഞാൻ അറിയേണ്ടിയിരുന്നത്? വിനയേട്ടൻ എന്താ എന്നോട് പറഞ്ഞില്ല? വിനയേട്ടൻ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നോട് പറയണമായിരുന്നു. ഇതിനാണോ ഞാനുമായി പിണങ്ങിയിരുന്നത്? ഉള്ളു തുറന്നു പറ. ആണോ? അല്ല, ഒരിക്കലും അല്ല. സിന്ധു ആണെന്ന് കരുതി അന്ന് ബാലയെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു പോയി. അതിൽ അന്നും ഇന്നും എനിക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല. അന്ന് ആ സമയത്ത് സിന്ധു അവിടെ വന്നില്ലായിരുന്നുവെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതെനിക്കറിയാം. എന്നേക്കാൾ നന്നായിട്ട് സിന്ധുവിനും അറിയാം. എന്നിട്ടും ആവശ്യമില്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് സിന്ധു ഇപ്പോഴും. തുറന്നു പറ, ഈ ദിവസങ്ങളിൽ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറാൻ സിന്ധുവിന് എങ്ങനെ കഴിഞ്ഞു? ഓരോന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് വരുമ്പോഴും തട്ടിമാറ്റി അകന്ന് നിൽക്കാൻ എന്തായിരുന്നു കാരണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പറ സിന്ധു. വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്കത് നന്നായിട്ട് അറിയാം. ബാലയല്ല എന്നോട് പറഞ്ഞു. ഞാനായി മാറാൻ അവൾ ശ്രമിച്ചത്, എന്റെ സാരി ഉടുത്ത് വിനയേട്ടനുമായി കെട്ടിപ്പിടിച്ചുറങ്ങാൻ ആഗ്രഹിച്ചത് ഒക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കൊരു തരം ഭ്രാന്തായിപ്പോയി. പക്ഷെ അവളെല്ലാം തുറന്നു പറഞ്ഞ് കരഞ്ഞ് മാപ്പ് ചോദിച്ചപ്പോ എനിക്ക് അവളോട് സഹതാപം തോന്നി. അതാ ഞാൻ വിനയേട്ടനോട് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാഞ്ഞത്. നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതാ ഞാൻ അവളുടെ കൂടെ തന്നെ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ അമേരിക്കയിലേക്ക് പറഞ്ഞു വിട്ടാ മതിയെന്ന് ചിന്തയായിപ്പോയി എന്റെ മനസ്സിൽ. എല്ലാം വിനയേട്ടനോട് തുറന്നു പറയാതിരുന്നത് തെറ്റാ, എനിക്കറിയാം. പറയാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. എന്നാലും എന്റെ ബാല, അവൾക്ക് വിനയേട്ടനോട് അങ്ങനെ ഒരു ആശ തോന്നാൻ പാടില്ലായിരുന്നു അല്ലേ? വിനയേട്ടൻ എന്റെ, ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും. പലരും ഉള്ളിലൊതുക്കി വെക്കുന്ന ചില കാര്യങ്ങൾ ബാല ഒന്ന് വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതെല്ലാം അവൾ നിന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാല നിന്നോടൊപ്പം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മിടുക്കത്തി അവള്, മിടുക്കത്തി. അമേരിക്കയിലേക്ക് പോകാനുള്ള അനുമതി കിട്ടാൻ വേണ്ടി അവൾ നടത്തിയ നാടകമായിരുന്നു ഇതൊക്കെ. ആയിരുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. നമുക്കെല്ലാം മറക്കാം അല്ലേ? എല്ലാം മറക്കണം എനിക്ക്. ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. വിനയേട്ടൻ എന്നോട് ഇപ്പൊ ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാലും എന്റെ സങ്കടം മുഴുവനായിട്ട് അങ്ങോട്ട് തീരുന്നില്ല വിനയേട്ട. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത്? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.